എതിരെ വരുന്ന തീ ബോളുകളെ ചുരുട്ടിയടിക്കുന്ന കിങ് മേക്കേഴ്സിന്റെ മസിൽ ഫോർമാൻ ജോ സിനിമ എന്ന് പറയാൻ തട്ടത്തിമറയിലാണ്. തട്ടത്തിമറയുന്ന ചെറിയൊരു പരിപാടിയാണ് ആ പേര് ആ പടത്തിൽ ഭയങ്കര ഫേമസ് ആണ്. മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതെല്ലാവരും അറിയട്ടെ, എല്ലാ ഭാഷയിലും അറിയട്ടെ. അങ്ങനെ ഒരു ഭാഗമാണ്. ചെയ്ത പടങ്ങളൊക്കെ കൂടുതൽ ഹിറ്റാണ്. അതെ, കൊമേഴ്ഷ്യൽ പടങ്ങളാണ് കൂടുതൽ. പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ KGF അഭിനയിച്ച ആൾക്കാരെ ഞാൻ നേരിട്ടുണ്ട്. എനിക്ക് മലയാളം ഒരു ഭാഷ എനിക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എനിക്കറിയുന്നില്ല. അതൊക്കെ സംഭവിച്ചു പോവാ. ഒന്നും അറിയില്ല. ആദ്യം കൂടെ കേട്ടുള്ള ഇതിന്റെ പടത്തിലൊക്കെ മറ്റേ എന്നെ കൂടാതെ ഇത്തിരിയൊക്കെയാ. അപ്പൊ ഇതുപോലൊരു 6 pack ഒക്കെ ഉള്ള ഒരാളെ വേണം. ഒരു ഇംതിഹാസ് അവന്റെ അമ്മൂമ്മയുടെ 6 pack. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 pack? നിനക്ക് 6 pack ഇല്ല, നീ ഇന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി ഇതുപോലെ നീ ഒരാളെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞു. നേരെ എന്നെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു കേട്ടോ, പോകുന്നത് വിനീത് ശ്രീനിവാസനെ കാണാൻ വേണ്ടിട്ടാണ്. എന്റെ വണ്ടി തള്ളാൻ ഞാൻ പറഞ്ഞില്ലേ. അത് സീരിയസ്ലി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെ. ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ നമ്മുടെ ഫാഫയൊക്കെ ചെയ്തേക്കുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ പിടിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാവരും പുള്ളിക്ക് കോട്ട് കൊടുക്കും, പുള്ളിക്ക് നല്ല ജീൻസും നല്ല ബൂട്ട്സും കൊടുക്കും. ഇവിടെ മലയാളം അറിയാലോ, ഭയങ്കര കോമഡി മലയാളം. എന്റെ അടുത്ത് പറയും, എന്താ ഫുഡ് കഴിച്ചോ? ചിക്കനല്ല, മലയാളത്തെ കൊല്ലൊരു ചിക്കനല്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്ന് ഫ്ലോറിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. ഈ അതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടറാണ്, മോഡലാണ്, ഉഗ്രൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. നമുക്ക് ഈ അടുത്ത് നമ്മളെ അമരൻ എന്ന് പറഞ്ഞ സിനിമയിൽ കൂടി നമ്മളെ ഞെട്ടിച്ച അതിലൊരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്ത നമ്മുടെ സ്വന്തം ജോണേട്ടൻ. നമസ്കാരം. നമസ്കാരം. എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ? എന്താണ് അമരനിൽ അങ്ങോട്ട് ഞെട്ടിച്ച് ഞങ്ങളെ ആ ഒരു മേജറിന്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവരും ഏറ്റെടുത്ത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ പടം വനിതയെ കാണുമ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ആ പടത്തിന് വേണ്ടത്. അപ്പൊ ആ പടത്തില് ഒരു മലയാളി സാന്നിധ്യം കണ്ടപ്പോ ഭയങ്കര ക്ലാപ്പിംഗ് ആയിരുന്നു. ബൂസ്റ്റ് കിട്ടി. നന്നായി. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ആക്ച്വലി ഈ പടത്തിന് ഷൂട്ട് തുടങ്ങുന്ന ഒരു 6 മാസം മുമ്പ് ഈ ഡയറക്ഷൻ പിള്ളേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അവർക്ക് കിട്ടിയതൊന്നും എനിക്കറിയില്ല. നമ്മള് കുറെ നാളായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതിനെല്ലാം വന്ന് വിളിച്ചിട്ട് ഒന്ന് കാണണം, ഡയറക്ഷൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വരാം, അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. വരണ്ട, വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വീഡിയോ കോൾ ചെയ്തു. കുറച്ച് സംസാരിച്ചു, എന്നോട് കുറച്ച് സംസാരിച്ചു. പിന്നെ ചെയ്ത പടങ്ങളുടെ കാര്യം ചോദിച്ചു, ഇമോഷണൽ സീനൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഉറപ്പായിട്ടും അങ്ങനെ പുള്ളി ഓക്കെ പറഞ്ഞു, സംസാരിച്ചു, വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് പതിയെ പ്രൊഡക്ഷൻ അങ്ങനെ എങ്ങനെ വന്നു അത്രേ ഉള്ളൂ. എപ്പോഴാണ് അറിഞ്ഞത് ശിവാർത്തിയുടെ കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അത് അറിഞ്ഞ ആദ്യം എനിക്ക് പ്രൊഡക്ഷൻ വിളിച്ചിട്ട് ഒരു തമിഴ് പടമാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ചെയ്യാം എന്നുള്ള, തമിഴ് പടം മാത്രമേ വന്നുള്ളൂ. അപ്പം കുറെ കോൾസ് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോ ഒക്കെ എന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞ് പറഞ്ഞു, സാർ இந்த പടത്തോടെ ഹീറോ ശിവകാർത്തികൻ. അങ്ങനെയാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കുന്നത്, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ശരി, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ഫസ്റ്റ് ഈ പടത്തിലേക്ക് കൂടെയാണോ ശിവാർത്തിയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് മീറ്റപ്പ്? അതെ. ആണ്. എങ്ങനെയാണ് ആളെങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാണ്. എത്ര അധികം ദിവസം ഉണ്ടായിരുന്നില്ലേ? കുറച്ച് എനിക്കുള്ള ദിവസങ്ങൾ മൊത്തം പുള്ളിക്കാരന്റെ കൂടെ തന്നെയായിരുന്നു. അതെ, പുള്ളി ഞാനുള്ള സീനുകളാണ് മൊത്തം, എനിക്കുള്ള സീൻ മൊത്തം. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി രസമാണ്, കോമഡിയാണ്. എല്ലായിടത്തും കുറെ പേരുണ്ടായിരുന്നില്ല. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കും പുള്ളിയോടുള്ള സീൻ വേറെയാണ്. പിന്നെ എപ്പോഴും പുള്ളിയുടെ ക്യാറ്റ് ടീംസ് കുറച്ച് പേരുണ്ട്. അവര് ഒരു 10-12 പേരുണ്ട്. അവരുടെ കൂടാതെ ഞാൻ ഉണ്ടാകുന്നുണ്ട്. അവരോട് ആ പുള്ളി കൂടുതൽ സംസാരിക്കുന്നൊക്കെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കും. പിന്നെ എന്നെ നമ്മളെ കൂടെ നിർത്തും. പിന്നെ കുറച്ച് പുള്ളിയുടെ മലയാളം അറിയാലോ, ഭയങ്കര കോമഡി മലയാളം. എന്റെ അടുത്ത് പറയും, എന്താ ഫുഡ് കഴിച്ചോ? ഞാൻ ചിക്കനല്ല, മലയാളത്തെ കൊല്ലൊരു നിൽക്കുന്നല്ല. അങ്ങനെ പറഞ്ഞു. കമ്പനിയാണല്ലോ, പുള്ളിക്ക് ഓക്കെയാണ്. പുള്ളിക്ക് തമാശ പറഞ്ഞോണ്ടിരിക്കും, കുറെ സംസാരിക്കും. പിന്നെ പുള്ളിക്ക് ആൾക്കാരോട് ഇരിക്കാനും ഇഷ്ടം. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുറത്തുള്ളവരൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുൾ ടൈം എല്ലാവരും ഇങ്ങനെ ചില്ല ഔട്ട് ചെയ്ത് നിൽക്കാനാണ് അവര്. ഇപ്പൊ ശിവസാർക്ക് മറ്റേ ഈ മലയാളം പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യും. പുള്ളി കാണാം. പുള്ളി പറയായിരുന്നു ഏതെങ്കിലും നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു. പിന്നെ പുള്ളി എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഫാഫ പുള്ളിയുടെ ഫ്രണ്ടാണെന്ന് എപ്പോഴും പറയും. പുള്ളി എവിടെയും പുള്ളി ഭയങ്കര പ്രൗഡായിട്ടാ പറയുന്നത്. അവര് പിന്നെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ ശിവാർത്തി. പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെ അറിയാം, വലിയ വലിയ ആർട്ടിസ്റ്റുകളെ അറിയാം. ടൊവിയൊക്കെ പറ്റി മിക്കവാറും പറയാറുണ്ട്.
പറയാറുണ്ട്. ഞങ്ങളടുത്ത് മാറിയാൻ ടോബിനോ തോമസ് വിളിയൊക്കെ രസമാണ്. മലയാളം നമ്മോട് സംസാരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് എന്താ എനിക്കറിയില്ല. ഓക്കെ, മലയാളത്തിലേക്ക് വന്നതൊക്കെ താല്പര്യമുണ്ട് പുള്ളിക്ക്? അതെനിക്കറിയില്ല, അതെ, ഉണ്ടാവായിരിക്കും. എന്തായിരിക്കും. ഓക്കെ, പടങ്ങളൊക്കെ പുള്ളി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോ എന്താണ് ഈ ജോൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും സിനിമ നടനല്ലേ, ഇവിടെ മലയാളത്തിലുള്ള ഒരു സിനിമ നടനല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തി? ഫസ്റ്റ് പടം ഏതായിരുന്നു? ഫസ്റ്റ് പടം ഞാൻ സിനിമ എന്ന് പറയാൻ തട്ടത്തിമറയതായിരുന്നു. തട്ടത്തിമറയുന്ന ചെറിയൊരു പരിപാടി ചെയ്യായിരുന്നു, ഇംതിയാസ് എന്നൊരു പരിപാടി. ഇംതിയാസ്, ആ പേര് ആ പടത്തില് ഭയങ്കര ഫേമസ് ആണ്. പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു രൂപയല്ല അതില് അല്ല, ഭയങ്കര മാറ്റമുണ്ട്. എത്ര വർഷമായില്ലേ? അത് 12 വർഷം. അതെ, ലൈഫില് ഫസ്റ്റ് ഒരു മൂവി ചെയ്യുന്നത് തട്ടത്തിമറയുന്നത്. നമ്മുടെ ക്യാമറാമാൻ ഇപ്പൊ ഭരത് ഇന്ന് തുടക്കമാണ്, അവന്റെ കന്നി ഇന്റർവ്യൂ ആണത്. അപ്പൊ നമ്മള് പറഞ്ഞായിരുന്നു ഇദ്ദേഹം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ തട്ടത്തിമറയത്ത് ഭയങ്കര ഐശ്വര്യമുള്ള, അതെ, കാരണം തട്ടത്തിമറയത്ത് ഫസ്റ്റ് പടം 1 ഹിറ്റ് അടിച്ചു കൊടുത്താണ്. അപ്പൊ നിവിൻപോളിനെ കാണുമ്പോ പറയാ അദ്ദേഹം ഒക്കെ വന്ന് നിങ്ങളെ പടം വിജയിപ്പിച്ചെന്ന്. അതെ, ഹിറ്റായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, ചെയ്ത പടങ്ങളൊക്കെ കൂടുതൽ ഹിറ്റായിരുന്നു. ഹിറ്റാണ്, അതെ, കൊമേഴ്ഷ്യൽ പടങ്ങളാണ് ശരിക്കും മലയാളത്തിൽ അങ്ങനെ ഒരു അർത്ഥമാണ്, ഒരു ലക്കി പേഴ്സൺ എന്ന് പറയും. എന്തായാലും ഇതെല്ലാവരും അറിയട്ടെ, എല്ലാ ഭാഷയിലും അറിയട്ടെ. അപ്പൊ തട്ടത്തിമറയത്താണ് നമ്മുടെ ഫസ്റ്റ് വർക്ക്. അപ്പൊ എന്താ ചെയ്തോണ്ടിരുന്ന വെച്ചാൽ ഞാൻ ചെയ്ത ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യായിരുന്നു, കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മോഡലിംഗ് എന്ന പരിപാടി ഉണ്ടായിരുന്നു, നമുക്ക് വേറെ പരിപാടികളൊന്നും അറിയില്ല. അപ്പൊ മോഡലിംഗിലേക്ക് ഇറങ്ങി, അങ്ങനെ ഓഡീഷൻസ് തപ്പി ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കാരണം ഇവിടെ എറണാകുളത്ത് ആരും അറിയില്ല. ശരി, ഇവിടെ വന്നിട്ട് ഒരു സർക്കിൾ സെറ്റ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഒരു സർക്കിൾ കിട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓഡീഷൻ കോൾസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോലെ അത്രയും ഫാസ്റ്റ് അല്ലായിരുന്നല്ലോ. 12 വർഷം പുറകോട്ടെങ്കിലും ഈ വാട്സപ്പ് ഒക്കെ വന്ന സമയത്താണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഫോൺ വിളിച്ച് സംസാരിക്കുക, പറയാ ഇന്നടുത്ത് ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നടുത്ത് പറഞ്ഞ പോലെ ഓഡീഷൻ ഉണ്ട്. അങ്ങനെ പോയി അങ്ങനെ വന്ന് കുറച്ച് കൂട്ടുകാരെ ഉണ്ടാക്കി, ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. ഈ കൂട്ടുകാരെന്ന് പറയുന്നത് സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ? പിന്നെ അങ്ങനെയുള്ളവർ മാത്രം മതിയല്ലോ, പോയി ബാങ്കിൽ പണിയെടുക്കും അല്ലെങ്കിൽ. ഓക്കെ, ഇതിൽ ഇപ്പത്തെ ഇൻഡസ്ട്രിയിൽ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടായിരുന്നതിൽ? അങ്ങനെ എനിക്ക് കുറെ പേരുണ്ട്. എടുത്തു പറയത്തക്ക പേരെന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സാണ്. അമ്മരെ പണിയടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അതെ, അത് പറയും മിഥുൻ ചേട്ടൻ, മിഥുൻ ചേട്ടൻ അടുത്ത സുഹൃത്താണ്. ഓക്കെ, പുള്ളിയാണ് എനിക്ക് എന്നെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒന്ന് കയറ്റി കൈ പിടിച്ച് നീ വേറെ ജോലിക്ക് പോകണ്ട, അത് ഇവിടെ തന്നെ നിൽക്കുന്നവരും മിഥുൻ ചേട്ടനാണ്. പിന്നെ ആനന്ദിന്റെ അടുത്ത സുഹൃത്താണ്. ആനന്ദാണ് എന്നോട് പറഞ്ഞത് നീ പോരുത് എന്ന് പറഞ്ഞ് നിർത്തിയത്. ഇപ്പൊ എന്നെ കാണാൻ പറയാറുണ്ട്, അന്ന് നിന്നെ പറഞ്ഞിട്ടാ മതിയായിരുന്നു, തമാശക്ക് പറയാറുണ്ട്. അപ്പൊ അവൻ ആട്ടം ചെയ്തു, അവൻ നാഷണൽ അവാർഡ് കിട്ടി. പിന്നെ ചന്തു എന്റെ ക്ലോസ് ഫ്രണ്ടാണ്, അരുൺ ചന്തു. ഓക്കെ, നല്ല ടീമുകളൊക്കെ. പിന്നെ വേറെ പറയാൻ ഇഷ്ടം ക്ലോസ് ഫ്രണ്ട്സ് സംഗീത് പി രാജന്റെ സുഹൃത്താണ്. അപ്പൊ അങ്ങനെ പറയാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് അങ്ങനെയുള്ള കുറച്ച് സർക്കിളുണ്ട്. ഇവരൊന്നും എന്നെ പടത്തിൽ വിളിക്കാൻ ചില മടിക്കുന്നു, കുറച്ച് കഴിയട്ടെ. അതെ, അല്ല ഈ വിളിക്കും. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും അവൻ എന്റെ പേരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല, വിളിക്കും. നമ്മൾ അതുപോലെ ഈ തട്ടത്തിമറയത്ത് ഓഡീഷനിൽ കിട്ടിയാണോ? തട്ടത്തിമറയത്തിന്റെ ഓഡീഷൻ എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ചന്തു എന്നോട് ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കായിരുന്നു സമയത്ത്. അപ്പം ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു പടത്തിൽ അവൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പൊ ഇതുപോലൊരു 6 പാക്ക് ഒക്കെ ഉള്ള ഒരാളെ വേണം, നിനക്ക് 6 പാക്ക് ഇല്ല, ഇന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പം സിനിമ എന്ന് പറഞ്ഞാൽ മുന്നിലൊരു ഫ്യൂച്ചറിലേക്ക് വേണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി, ഞാൻ 2010 വന്നു, ഒരു 11 ലാസ്റ്റിലാന്ന് തോന്നുന്നു ഈ പരിപാടിക്ക് വരും, 12 തുടങ്ങിയത്, ഷൂട്ട് തുടങ്ങിയത്. അങ്ങനെ പോയി ഇതുപോലെ നീ ഒരാളെ പോയി കാണുക എന്നൊക്കെ പറഞ്ഞ് നേരെ എന്നെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു കേട്ടോ. മഴ പോകുന്നത് വിനീത് ശ്രീനിവാസനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇതുവരെ നടന്മാരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നേരെ പുള്ളിക്കാരൻ്റെ ഇവിടെ കടവത്രയുള്ള വീട്ടിൽ പോയി പുള്ളിയെ മീറ്റ് ചെയ്തു. പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ അതെ കൊള്ളാം, അതെ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ പരിപാടി, അങ്ങനെയൊക്കെയാണ്, ഓക്കെ അല്ലേ, ഓക്കെയാണ് നമുക്ക് ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നൊക്കെ തന്നെ പറഞ്ഞു വിട്ടു. എനിക്ക് ചായയൊക്കെ തൊന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ പടത്തിലേക്ക് പോകും. തിരിച്ചിറങ്ങുമ്പോ എന്തായിരുന്നു മനസ്സിൽ? എനിക്ക് വേറെ ഒന്നുമില്ല, ഒരു സിനിമ നടനെ നേരിട്ട് കണ്ടല്ലോ എന്നുള്ള ഹാപ്പിയില്ല. ഞാൻ സിനിമ കിട്ടിയതിന്റെ ഹാപ്പി അല്ല, ഒരു നടനെ ജീവിതത്തിൽ അതൊരു കണ്ടല്ലോ, ശരി നമ്മള് വന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുള്ളിയോട് കാര്യം പറഞ്ഞു വിനീതേട്ടനോ ഇത്ര പാവമാണോ എന്നൊക്കെ ചിന്തിച്ചാറങ്ങുന്നത്. സിനിമ കിട്ടിയത് അടുത്തത്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ കേറിയിട്ടില്ലായിരുന്നു. അതിന് കേറിയത് ഞാൻ പറയാം പീക്ക് ടൈം. എനിക്ക് സിനിമ കിട്ടിയ സമയത്തിലേക്കാണ് എനിക്ക് വേണ്ട ഒരു കറക്റ്റ് ടൈമിങ് എനിക്ക് പടം കിട്ടിയത്. ആ സമയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലും പ്രശ്നമില്ലാന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചു. കിട്ടി, അത് എന്നെ എനിക്കൊരു ഫയർ തന്നതാണ് പുള്ളി, ഈ സിനിമയിലേക്ക് ഒരു ഫയർ തന്നു. അപ്പൊ അതിൽ നിക്കണം തോന്നിയത് തട്ടത്തിമറയത്താണ്.
എനിക്ക് ഓർമ്മയുണ്ട് നിവിൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ച് പത്മ തിയേറ്ററിൽ പറഞ്ഞത് മാത്രം എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്. പടം ഹിറ്റാണ്, ഹാപ്പിയാണ്, ആ പടത്തിലുണ്ട്. ഫസ്റ്റ് പടം തന്നെ ഹിറ്റായി, മുഖം കുറച്ച് രജിസ്റ്റർ ആയി, കുറെ ആൾക്കാരെ വിളിക്കും. പ്രത്യേകിച്ച് ആ പേര് ഭയങ്കരമായിട്ട്. അതാണ് ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആ ട്രെയിനകത്ത് ഒരു 6 തവണ ഈ പേര് പറയുന്നത്. ഐഷാക്കാരുടെ പേര് പറയുന്നത് എന്റെ പേരായിരുന്നു, ഇംതിയാസ് സാർ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നീ ഇംതിയാസ് അല്ലേ ക്യാരക്ടർ ചെയ്ത്, നീ ഭയങ്കര സംഭവമാണല്ലോ ചെയ്ത് വെച്ചിരിക്കുന്നത്, പടം നിറക്കട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ചുമ്മാ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. പടം വന്നപ്പോഴാണ് മനസ്സിലായില്ലേ. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. ഓക്കെ, ഇനി ശരിക്കും ഞാൻ കുറച്ചും കൂടി ബാക്കോട്ട് പോവാണ്. സ്കൂളൊക്കെ എവിടെയായിരുന്നു? സ്കൂള് ഞാൻ കോന്നിയിലാണ്, പത്തനംതിട്ട കോന്നിയിലാണ് പഠിച്ചത്. സ്കൂള് ഞാൻ 2 സ്കൂളിൽ പഠിച്ചു. ഞാൻ ആദ്യം ഒരു പ്രൈമറി സ്കൂളിൽ പഠിച്ചത് അവിടുത്തെ വഴക്ക് കാരണം ഞാൻ അത്യാവശ്യം വഴക്കളിയായിരുന്നു. അടിയൊക്കെ ഉണ്ടാക്കും ചുമ്മാ. അപ്പൊ അങ്ങനെ 4ാം ക്ലാസ് കഴിഞ്ഞു വേറെ സ്കൂളിലേക്ക് പോയി. 4ാം ക്ലാസ്സിൽ തുടങ്ങിയായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞും വേറെ സ്കൂളിലേക്ക് പോയി. അത് കഴിഞ്ഞ് 2 വർഷം അവിടുന്ന് പിന്നെ എനിക്ക് അവാർഡ് കിട്ടി, അടുത്ത സ്കൂളിലേക്ക് പോയി. 7ാം ക്ലാസ്സിൽ അടുത്ത സ്കൂളിലേക്ക് മാറി. പിന്നെ 3 വർഷം അവിടെ പിടിച്ചു നിന്ന്. ഓക്കെ. അപ്പം ഞാൻ പോയ സ്കൂള് എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. കാരണം എന്റെ പരിപാടി നമുക്കറിയില്ല എന്താ ഉള്ളി കിടക്കുന്നതെന്ന്. അപ്പൊ അവിടെ ചെന്നപ്പം എനിക്ക് നാടകം പരിപാടി, പിന്നെ അതുപോലെ അവിടെ കുറെ കോന്നി ഐരോണിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ കോന്നി ഐരോൺ ഞാൻ ആ സമയത്ത് 9, 10 പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് സംസ്കൃത നാടകവും മലയാള നാടകത്തിനൊക്കെ സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. അപ്പൊ അവിടെ ഞാൻ പഠിക്കാൻ ചെന്നത്. അപ്പൊ അവിടെ പഠിക്കാൻ ചെന്ന് ഈ പറഞ്ഞ ഓൾറെഡി അവര് കുറച്ച് പിള്ളേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ നടക്കൂല. അപ്പൊ എന്തെങ്കിലും കാണിച്ച് ഇതിൽ കയറണം, ഈ ഡിസ്ട്രിക്ട് കളിക്കാൻ പോകണം, കേരള കളിക്കാൻ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അടുപ്പിക്കില്ല. ഓൾറെഡി സെറ്റ് ഓഫ് പിള്ളേരവിടെ ഉണ്ട്. 2 വർഷമൊക്കെ ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 2 വർഷം കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അവർക്ക് ഗ്രേസ് മാർക്കൊക്കെ ഉണ്ട്. അവർക്ക് ഉദ്ദേശം അങ്ങനെയൊക്കെ ആയിരിക്കാം. എനിക്ക് ഒരു രക്ഷയില്ല, കയറിയേ പറ്റത്തുള്ളൂ. പക്ഷെ നടന്നില്ല. ഞാൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കൂട്ടുകാരൊക്കെ വിളിച്ച് അഭിനയിച്ച് നാടകത്തിന് ഫസ്റ്റ് കിട്ടി സ്കൂളില്. പക്ഷെ അതിന് അങ്ങോട്ട് ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അതങ്ങനെ പോയി. അതായിരുന്നു സ്കൂളിന്റെ ഒരു പരിപാടി. പഠിത്തത്തിൽ എനിക്ക് അന്നേ നമ്മള് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ അല്ല, ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നല്ലാതെ വീട്ടുകാരെ സംതൃപ്തിപ്പെടുത്താൻ മാത്രം ഫുൾ A+ലേക്കൊന്നും ചിന്തിക്കണ്ട. ഒരിക്കലല്ല. A+ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ മാക്സിമം തകർത്തിട്ടുണ്ട്. സ്കൂളൊക്കെ ഞാൻ അടിപൊളിയായിട്ട്. കോളേജിലേക്ക് വരുമ്പോ എവിടെയായിരുന്നു? കോളേജ് +2 ഞാൻ അവിടെ തന്നെ നാട്ടിൽ വേറെ സ്കൂളിലേക്ക് കയറി. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഒറ്റ സ്കൂളിൽ തന്നെ? +2 2 വർഷമല്ലേ ഉള്ളൂ. 2 വർഷം പിടിച്ചത്. ഓക്കെ, പിടിച്ചു നിന്നിട്ട് അത് അവിടെ അങ്ങനെ രസമായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് കോയമ്പത്തൂരിലേക്ക് പോയി. കേരളത്തിലെ പരിപാടി 12 വർഷം നടക്കൂല, കേരളം വേണ്ട. ഈ കല എപ്പോഴാണ് കൂടിയത്? ഈ ലാസ്റ്റ് പറഞ്ഞ ഈ 7th എത്തിയ സ്കൂളിൽ നിന്നാണോ? കല എപ്പോഴും കൂടിയെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കല ഉണ്ടോ തന്നെ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു. ശരി, എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. എന്തെങ്കിലുമൊക്കെ ആവണം. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ക്രിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ആവണമായിരുന്നു. പിന്നെ സിനിമയിൽ എന്താ ആവണമായിരുന്നു. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ ഇതായിരുന്നു. പഠിച്ച് വലിയ ആളാവണമെന്നല്ല, അതിനെക്കാട്ടും കൂടുതൽ പഠിച്ച് വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ഉണ്ടല്ലോ, വഴികാട്ടികൾ ഒരുപാടുണ്ട്. അതെ, ആ ഒരു അങ്ങോട്ട് പോയി കഷ്ടപ്പെട്ട് ഉറപ്പാണ് നടക്കും. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ആളാണ് കേട്ടോ. അതെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ മേടിച്ചു. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അതെ അതെ, അതൊരു വാശിയായിരുന്നു. കാരണം വീട്ടുകാരോടുള്ളൊരു വാശിയായിരുന്നു. നീ എഞ്ചിനീയറിംഗ് പാസ് ആവൂല എന്ന് പറഞ്ഞെടുത്ത് ആറ്റിറ്റ്യൂഡായിരുന്നു എന്റെ. അങ്ങനെ കാരണം അതൊരു എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു എന്റെ ലൈഫില്. പരിപാടി നടക്കും. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, നമ്മള് ഈ പറഞ്ഞ കലയൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ഫൈൻഡ് ചെയ്തിട്ടില്ല. ശരി, അപ്പം നടക്കും. എന്ത് പരിപാടിക്ക് പോലും നടക്കും. അത്രേ ഉള്ളൂ. ഞാൻ അത്ര വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇറങ്ങിയൊക്കെയാണ്. ഓക്കെ, ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് തട്ടത്തെ മറയത്ത് കഴിഞ്ഞു. പിന്നെ ഒരു സിനിമയില് ഇപ്പൊ ആൾക്കാരൊക്കെ നോക്കുമ്പോ ഇവൻ ആ സിനിമയുള്ളതല്ലേ എന്ന് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആയത് ഏത് പടത്തില? ആൻമരിയല്ലേ, ഡേവിഡ്. ആൻമരിയാണ് എന്നെ. ഞാനും ഇത് കൊള്ളാമല്ലോ പരിപാടി, എല്ലാരും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഷൈലോക്ക്, അതിൽ താങ്കൾക്ക് ശബ്ദം തന്നത് ഞാനാണ്. ആണോ? ഷൈലോക്കിൽ അത് കൊള്ളാമല്ലോ. നമ്മൾ എവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഞാനാണ് ബ്രോയ്ക്ക് ഷൈലോക്കിൽ. എനിക്ക് തോന്നുന്നു ഗഗനചാരി കാണാൻ പോയപ്പോഴാണ്. എന്നെ സംബന്ധിച്ചെന്ന് പറയോ, ഡബിങ് കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു എപ്പോഴും എനിക്കൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ വിഷമമാണ്.
എനിക്ക് വേറെ ആൾ ഡബ് ചെയ്യുന്നത്, എനിക്ക് ഡബ് ചെയ്ത് നല്ല ആൾക്ക് ഞാൻ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ചിലപ്പോൾ അന്വേഷിക്കില്ല. അന്വേഷിച്ച് എന്തിനാണത്, ഞാൻ ചെയ്യേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ചെറിയൊരു ഡിസപ്പോയിന്റ് ആകുന്ന, ചെറിയല്ല വലിയ ഡിസപ്പോയിന്റ് ആകുന്ന. എന്നെ വിളിച്ചില്ലല്ലോ. ചില അസോസിയേറ്റ്സ് എന്നെ വിളിക്കില്ല. ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് തുറന്നു പറയാണ്, വിളിച്ചിട്ട് ഒന്നുണ്ട് എന്റെ കുഴപ്പമായിരിക്കാം, ചിലപ്പോൾ അവർക്ക് വർക്ക് ആവത്തില്ലായിരിക്കും, ചിലപ്പം ഒന്ന് പറയാം ലാസ്റ്റ് മിനിറ്റ് ചിലപ്പം അരമണിക്കൂറൊക്കെ വെച്ച് ജോണാ നീ വേറെ കേട്ടോ ഇന്ന ആളുടെ കഴിഞ്ഞിട്ട് നീ അങ്ങ് വന്നേക്കണം, അവർക്ക് 5:30 തൊട്ട് 6 മണി വരെ ഉള്ളൂ സമയം കേട്ടോ, അരമണിക്കൂർ കുറച്ചല്ലേ ഉള്ളൂ, ചെയ്യും വാ എന്ന് പറയും, നോക്കാന്ന് പറയും. ഇന്ന് അരമണിക്കൂർ 3/4 മണിക്കൂർ ടെൻഷൻ ആകെ ഇതാ കയറി ആ സ്പെഷ്യൽ അരി പറക്കി പോകും, ഡബിങ്ങിന് പോയിട്ട് അരി പഠിക്കും. അപ്പൊ എന്താവും, അവര് വേറെ ആളെ വെച്ച് ചെയ്യും. ഇതൊരു പരിപാടി ആയിപ്പോയി. ഞാൻ പല ആൾക്കാരും പ്ലീസ് ചേട്ടാ ഞാൻ ഡബ് ചെയ്യാം. അപ്പം ഷൈലോക്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ബ്രോ അവൈലബിൾ ആയിരുന്നില്ല? ഞാൻ ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. എന്നോട് പറഞ്ഞത് അറിയാമോ, ഒരു ഗംഭീര ക്യാരക്ടറാണ്, നല്ല ശബ്ദം, നീ നല്ല ബേസ് വോയിസിൽ നീ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ജോൺ കൈപ്പിളിലാന്ന് പറഞ്ഞു. ഞാൻ ജോൺ കൈപ്പിളി ഓക്കെ. എന്നിട്ട് ചെന്നിട്ട് ഞാൻ ചെയ്യുന്നേ, ഞാൻ നോക്കിയപ്പോ ഗംഭീര ക്യാരക്ടറാ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മ ഇതാണല്ലോ ഇദ്ദേഹമുള്ള. എന്നിട്ട് ഒരു ദിവസം കൊണ്ട് ഡബിങ് കഴിഞ്ഞായിരുന്നു. പിന്നെ തിയേറ്ററിൽ ഞാൻ ആ പടം കാണാൻ വേണ്ടി ആദ്യം തന്നെ പോയിരുന്നു. നമ്മുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്. അതെ. സത്യം പറഞ്ഞാൽ ഞാൻ അത് അന്വേഷിക്കാത്ത കാര്യം വേറെ ഒന്നുമല്ല, ഇതുകൊണ്ടാ സന്തോഷമുള്ളൂ. നല്ല സൗണ്ട് ആയിരുന്നു. എനിക്ക് 1-2 പടത്തില്, വേറെ ഒരു പടത്തില് ഒരാൾ ചെയ്തിരുന്നു, എനിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പറയുകയും ചെയ്തു, എന്തോ ചെയ്ത് വെച്ചേക്കുന്നത് ചോദിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു പടത്തില് KGF നമ്മുടെ നായകന് കൊടുത്ത ഒരു ഡബ് ആർട്ടിസ്റ്റ് ഉണ്ട്, സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കൊടുത്തിരിക്കുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് വർക്കായില്ല. അത് ഞാൻ പടത്തിന് വിളിച്ചു പോലും ഇല്ല പടത്തിൽ ഡബ് ചെയ്യാൻ. ചില ആൾക്കാരെ നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അവ കൊള്ളൂല, വിളിക്കണമെന്ന് പറയും. ഞാനത് ഒത്തിരി നേരിടുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും, അറിയാലോ എന്തായിരിക്കും ചോദിക്കുന്നത്, നമുക്ക് വേണ്ട കാര്യമായിരിക്കും നമ്മള് ചോദിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങോട്ട് സാധനം തരുമല്ലോ. ആ സാധനം കിട്ടാൻ വരുമ്പോൾ നമ്മൾ ചോദിക്കും. അത് പലർക്കും ഇഷ്ടമല്ല, വേണ്ടടാ, പല കംപ്ലൈൻസ് ആണ്, അഭിനയിക്കാറില്ല, അവന് മറ്റേ വരത്തിൽ എന്ന് പറഞ്ഞ് ജാടയാണ് എന്നൊക്കെ പറയും. അങ്ങനെ ആരെങ്കിലും ബ്രോയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജാടയാണെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ബ്രോനോട്? ഞാൻ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങള് ഭയങ്കര ജാടയാന്ന് വിചാരിച്ചു, പക്ഷെ സംസാരിച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നൊക്കെ പറയും. അങ്ങനെ പറയും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഒന്നാമത് ബ്രോ ചെയ്ത് വെച്ചേക്കുന്ന ക്യാരക്ടറുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വില്ലൻ, കൂരൻ, കലിപ്പൻ, ഈ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ കാണുമ്പോ തന്നെ സംസാരിച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും. നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യണം. ഈ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര നല്ല കാര്യങ്ങളായിരിക്കും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 ആൾക്കാർ എപ്പോഴും ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ വണ്ടി തള്ളാൻ ഞാൻ പറഞ്ഞില്ലേ. അത് സീരിയസ്ലി, കാരണം എല്ലാവർക്കും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ചില പടങ്ങൾ കാണുമ്പോൾ പറയുമ്പോഴാ നിനക്ക് ഗൾഫിലൊക്കെ പോകായിരുന്നു എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ ചോദിക്കും. അപ്പൊ പോടാ, കൂടുതലല്ല എന്താ നമ്മുടെ നല്ലത് കാണുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ചീത്ത കാണുമ്പോൾ പറയും, നന്നാക്കാൻ പറയും. ചില ആൾക്കാർക്ക് നമ്മൾ ഹോപ്പൊക്കെ പോകാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ എന്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അപ്പോഴും എന്റെ ഹോപ്പ് ഉള്ളിൽ നിന്ന് പോവില്ല. ഇത് എങ്ങനെയെങ്കിലും പിടിക്കും പരിപാടി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്റെ ഉള്ളിനുള്ളിൽ. മാറിക്കിടന്ന് കരയൊക്കെ ചെയ്യും. ഇതൊക്കെ പറയണമല്ലോ, അടി മീശ വെച്ച ആൾക്കാരൊക്കെയാണ് കരയുന്നത്. നമ്മള് ഇപ്പൊ ഒരു ഫാമിലി, എന്താ പറയാ, അതുപോലെ തന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് ഒരു ജോലി ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പലരും നമ്മളെ പുറകെ ഇങ്ങനെ വലിക്കാണ്ടാവും. എടാ വേണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിക്കാണ്ടാവും. ഇപ്പൊ പേര് പറയണ്ട, പലരും നമ്മൾ അന്നൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളൊന്ന് ആയി കഴിയുമ്പോൾ ഒന്ന് തോളത്ത് കയറുന്ന കുറെ പേരുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നിന്നെ അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ആദ്യം ചവിട്ടി പൊക്കോളം വന്നിട്ടുണ്ട്, വിട്ടോളം വന്നിട്ടുണ്ട്. ചില ആൾക്കാർ കുറെ നാൾ ഞാൻ ഒരു മച്ചാനെ എടുത്ത് വന്നിട്ട് എന്താ പരിപാടി? അപ്പൊ അവനറിയാം ഞാൻ 1-2 പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പടത്തിൽ നിൽക്കുകയാണ്, മോഡലിംഗ് ചെയ്യുന്നത്. ഞാൻ മോഡലിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമയിൽ തന്നെ നമ്മൾ മോഡലിംഗ് സർട്ടിഫിക്കറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ് പരിപാടി? ഗൾഫിലൊന്നും പോകുന്നില്ലേ, രക്ഷപ്പെടില്ലടാ നീ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ നീ എന്താ പരിപാടി? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ പണ്ട്. നീ എന്താ പരിപാടി? നീ ഇപ്പം ബൈക്ക് ഓടിച്ച് നടക്കല്ലേ? നിന്നെക്കാട്ടും ബെറ്റർ ആണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ മുഖത്തെന്തോ ഫീലാൻ പോയി. ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. ഞാൻ ഫീലായാലും കുഴപ്പമില്ല, കാരണം നമ്മളെ ഇത് ചെയ്യാനുള്ള ആൾക്കാരെ എനിക്ക് വേണ്ട. വീണ് കിടക്കുമ്പോ ലൈഫിൽ വേണ്ട. പിന്നെ നാളെ അവനെ കണ്ടിട്ട് അവനെ കളിയാക്കാനൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ കണ്ട് സംസാരിച്ചാൽ സന്തോഷം, നല്ല കാര്യം. ഇപ്പൊ ആട് 3 വരുന്നുണ്ട്, എന്താണ് അതിന്റെ അപ്ഡേഷൻ? അതില്
3 ആട് 3 അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ മിസ്റ്റർ ആശാനെ വിളിച്ച് മിജറിനെ വിളിച്ച് ആശാനെ ഭയങ്കര ചിരി നീ ചോദിക്കുന്ന കാര്യം എനിക്കറിയാം, നീ ചോദിക്കണ്ട ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണ്ട് ഞാൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എല്ലാരും വിളിയാണ് എന്നെ, കുറെ ആൾക്കാർ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, എനിക്ക് വേണം, എനിക്ക് ആ മഹേഷ് ഷെട്ടിയുടെ ക്യാരക്ടറാണ് ഭയങ്കര ബൂസ്റ്റ് കിട്ടി, ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. കൊടുക്കുമെന്ന് എനിക്ക് തോന്നില്ല. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. കാരണം ഗംഭീരമായിട്ടുണ്ട്. ആടിലെ നിങ്ങളുടെ ആ ഒരു എൻട്രി ഒക്കെ നൈസ് ആയിട്ടുണ്ട്. അത് ഇതുപോലെ പെട്ടെന്ന് വന്നൊരു പരിപാടിയാണ്. ഒരു ബ്രോയ്ക്ക് എല്ലായിടത്തും കൊണ്ട് പ്ലേസ് ചെയ്യാം, തമിഴായാലും ഹിന്ദി ആണെങ്കിലും അങ്ങനെ ഒരു യുണീക് ലുക്ക് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോ ഏതെങ്കിലും ഇപ്പൊ ഹിന്ദി വർക്കുകളൊക്കെ ഏതെങ്കിലും പ്ലാൻ ഉണ്ടോ? ഹിന്ദി ഒരു പരിപാടി വന്നിപ്പുണ്ട്. ഓ ഓക്കെ, ഏതാണ്? അത് പറയാറായിട്ടില്ല. നല്ല പരിപാടിയാ, മെയിൻ സ്ട്രീം പരിപാടിയാണ്. അത് ഇവിടെ നാട്ടിലെ കേരളത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കേരളത്തിലാണോ ഷൂട്ട്? കേരളത്തിലെ കുറച്ച് ആർട്ടിസ്റ്റുകളെ വേണമെന്ന് പറഞ്ഞു പോയി ഓഡീഷൻ കൊടുത്തു. പരിപാടി ഓക്കെയാണ്. മെയിൻ സ്ട്രീം നായികയാണ്. ഓ കൺഗ്രാറ്റ്സ്, അടിപൊളി. ഇപ്പൊ മറ്റേ മലയാളം അല്ലാതെ ഇപ്പൊ തമിഴ് ഇപ്പൊ ഈ അമരൻ അല്ലാതെ വേറെ ഏതൊക്കെയാണ്? മലയാളം അല്ലാതെ ഇപ്പൊ ഒരു കന്നഡ പരിപാടി ചെയ്തായിരുന്നു. കന്നഡ മലയാളം പരിപാടി, അത് 2 ലാംഗ്വേജ് ഷൂട്ട് ചെയ്തു. അപ്പം അതിനകത്ത് ഞാൻ ലീഡ് ചെയ്യുന്നത്, നെഗറ്റീവ് ലീഡാ. നായകൻ എന്നുള്ള പരിപാടി ഞാനാണ് നായകൻ. പടത്തിന്റെ പേര് ശേഷ അത് കന്നഡയാണ്. ഒരു പോലീസ് സ്റ്റോറി ത്രില്ലർ പരിപാടി ആണല്ലേ? നല്ല പരിപാടിയാണെന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പടം കണ്ടായിരുന്നു. സുധാകരനുണ്ട്, പിന്നെ ഡെയിൻ ഉണ്ട്, പിന്നെ ശ്രീതിരുവി ചേട്ടനുണ്ട്, പിന്നെ അങ്ങനെ രാജീവ് പിള്ളയുണ്ട്. പിന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ KGF അഭിനയിച്ച ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടു. എനിക്ക് പുതിയ ആർട്ടിസ്റ്റുകളെക്കാട്ടിലും നമ്മുടെ പഴയ മറ്റേ നെടുപിടി ചേട്ടനൊക്കെ ഇല്ലേ, അതേപോലെ സീനിയേഴ്സ് അവിടുത്തെ ആക്ടേഴ്സ് ഉണ്ട്. അവരെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ചേട്ടൻ വർക്ക് ചെയ്യാൻ വന്ന നമ്മുടെ നായർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, പുള്ളിയുടെ ശരിക്കുള്ള പേര് ഞാൻ പറഞ്ഞത് വലിയൊരു പേരാണ്. അപ്പൊ പുള്ളി അതിൽ അഭിനയിക്കാൻ വന്നു. അത് KGF നമ്മുടെ ആശാനെ പറ്റി വൻ തള്ളുന്ന ഒരാളാണ്. തള്ളെന്ന് വെച്ചാൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മച്ചാനാണ്. ആദ്യം തുടക്കത്തിൽ പ്രായമുള്ള. അപ്പൊ പുള്ളിക്കാരൻ വയ്യ, തീരെ നടക്കാനൊന്നും വയ്യ. പുള്ളിക്കാരൻ അങ്ങനെ നടക്കാൻ വയ്യാതെ പുള്ളി പിടിച്ചു നിർത്തിയൊക്കെ ഷൂട്ട് ചെയ്തത്. പുള്ളിക്കാരനോടൊക്കെ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയ മാസ് പരിപാടിയൊക്കെ ചെയ്തൊരു ചേട്ടനാണ്. 65+ ആണ്. ചെയ്യാൻ പറ്റി. പിന്നെ ഷെട്ടി ഫാമിലിയിൽ നിന്ന് ഒരു പ്രമോദ് ഷെട്ടി അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കാന്താരക്കകത്ത് അഭിനയിച്ച ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് പ്രമോദ് ഷെട്ടി. പുള്ളി ഇതാണ് ഏറമ്മിൽ ഒരു പോലീസുകാരൻ, കന്നഡ. മനസ്സിലായി. അത്യാവശ്യം നല്ല കാസ്റ്റാ. ഈ മലയാളത്തിൽ നിന്ന് ഒരുപാട് ഒരു കന്നഡയിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ശരിക്കും കന്നഡ തെലുങ്ക് അറിയായിരുന്നു? എനിക്ക് മലയാളം അല്ലാതെ ഒരു ഭാഷ എനിക്കറിയില്ല. തമിഴ് അറിയാം, ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു ഭാഷ എനിക്കറിയില്ല. അപ്പൊ എങ്ങനെയാണ് അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എനിക്കറിയുന്നില്ല, അതൊക്കെ സംഭവിച്ചു പോകാ. പലരും കാണാം. ഇപ്പൊ നമ്മുടെ പ്രേമത്തിലെ നായിക നേരെ അത് കഴിഞ്ഞു കന്നഡ തെലുങ്ക് ഇതൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. അപ്പൊ എങ്ങനെയാ പ്രിയവാര്യർ ഇവരൊക്കെ പോകുന്നു? അവർക്കൊക്കെ എനിക്ക് ലാംഗ്വേജ് അറിയാൻ തോന്നുന്നു. എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഹിന്ദിയുടെ ഓഡിഷൻ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല. കുഴപ്പമില്ല, കൊടുക്കാൻ ഓഡിഷൻ കൊടുത്തു. ഹിന്ദിക്ക് നോക്കി പറഞ്ഞു, നോക്കിയില്ല, പഠിച്ച് പറഞ്ഞു ഓക്കെ ആണെന്ന് തോന്നി. അവർ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. ആക്ച്വലി ഇതൊക്കെ പഠിക്കണം. ഞാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മലയാളം പടം. പല ഡയറക്ടർ രാജമൗലിയൊക്കെ ഇന്റർവ്യൂ എങ്ങനെ കാണുകയാണെങ്കിൽ ഇവൻ മടിയനാണെന്നൊക്കെയുള്ള പറയുന്നത്. അതായത് ഇത് പഠിക്കാൻ ഞാൻ എന്റെ കന്നഡ പടത്തിന്റെ കോമഡി കാണാം. ഞാൻ വീട്ടിലെ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് അടുക്കള പണിയൊക്കെ എടുത്ത് ഇരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്ത് ഞാൻ കേട്ടില്ല. അടുക്കളയിൽ ഇങ്ങനെ മിക്സിയൊക്കെ അയച്ചോണ്ടിരിക്കുന്നു, സൗണ്ട് കേട്ടില്ല. കുറെ വിളി ഞാൻ ഫോൺ എടുത്തപ്പോൾ 8-9 മിസ് കോൾ. ഞാൻ എടുത്ത് നോക്കി നമ്മുടെ കൂട്ടുകാരൻ അയ്യൂബ് ഖാനാണ്. സാധാരണ രീതി വിളിക്കും. ഒരു 12 വർഷമായിട്ട് കമ്പനിയാണ്, പക്ഷെ ഒരു പടത്തിലേക്ക് വിളിച്ചിട്ടില്ല. അപ്പൊ എന്നെ വിളിക്കാം, നീ എവിടെയാ, നിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, ഞാൻ പണിയിലായിരുന്നു. ഓക്കെ, നീ ഇന്ന് അത്യാവശ്യമായിട്ട് നിന്ന് സൗണ്ട് ഓഫ് ചെയ്യും, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചു, നമ്മുടെ ഒരു കന്നഡ പടത്തിന്റെ പരിപാടി ഉണ്ട്, അവരിപ്പം വിളിക്കും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു, കട്ട് ചെയ്തു. അത് ശേഷം വിളിക്കുമല്ലോ. അപ്പോൾ കന്നഡ ഡയറക്ടറിനെ വിളിക്കുന്നു. സാർ എനിക്ക് പുള്ളി തമിഴാണ് സാർ, എനിക്ക് ഇതുപോലെ കൊച്ചിയില്ല സാർ, സാർ എങ്കിൽ വരാൻ മുടിയുമോ? എങ്കിൽ ബാംഗ്ലൂർ ഞാൻ വരാൻ മുടിയോ, എന്നേക്ക് വരണം സാർ, എന്നേക്ക് ഒരു 2 മണിക്കൊരു ഫ്ലൈറ്റ് എടുക്കുക. 2 മണിക്ക് ഫ്ലൈറ്റ്, 11 മണിയായല്ലോ. 2 മണിക്ക് സാർ. ഓക്കെ എന്ന് കട്ട് ചെയ്തിട്ടേ. എന്താണ് ഞാൻ ഇവരെ വിളിച്ചാൽ ഇന്നാണോ നാളെയാണോ? ഇല്ല, ഇന്ന് തന്നെടാ. അങ്ങനെ നേരെ കയറി അടുത്ത കോസ്റ്റ്യൂമിലേക്ക് കിടന്നു, വീട്ടിലെ കോസ്റ്റ്യൂം മാറ്റി വീട്ടിലേക്ക് കിടന്ന് പെട്ടെന്ന് അടിപൊളി. ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ബാംഗ്ലൂർ ചെന്നു. എന്നും അറിയത്തില്ല എപ്പം തുടങ്ങുന്ന പടം ഒന്നും അറിയില്ല. ചെന്നു, ഡയറക്ടർ എന്നെ കുറച്ച് നോക്കിയിരുന്നു.
പുള്ളി ഭയങ്കര ഹാപ്പിയാന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു സാർ ഒരു സീൻ ഇருக்கு സാർ അത് பண்ண முடியுமா? ഓഫ് കോഴ്സ്. അപ്പം ഞാൻ താടിയൊക്കെ വളർത്തിട്ടാണ് സാർ എൻ്റെ പടത്ത് ക്യാരക്ടർക്ക് മീശ മട്ടൻ താഴൊക്കെ ഓക്കെ പരവായില്ല മീശ എടുക്കാം നമുക്ക് പടം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പരിപാടി ചെയ്തിട്ട് ഓക്കെ ആയി. സാർ നമുക്ക് നാളേക്ക് പടം സ്റ്റാർട്ട് പറ്റും സാർ. ഞാനൊന്നും എടുത്തിട്ടില്ല, എനിക്ക് വീട്ടിൽ പോയി പറയണ്ടേ നാളെ പടത്തില്ല കന്നഡ പടത്തില്ല, എനിക്ക് കന്നഡ അറിയില്ല സാർ. പറയല്ല സാർ നിങ്ങൾ പണ്ണും സാർ നിങ്ങൾ ചെയ്യണോ? ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറേ സാധനങ്ങൾ ഈ നാട്ടിൽ പോകണം, കാരണം ഇതിന്റെ സ്റ്റോക്ക് ആയിപ്പോയി. ഞാൻ നാളെ ഒന്നും ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലെ നാട് 100 കണ്ടിട്ട് എന്ത് പ്രിപ്പയർ ആയി, ഞാൻ പടത്തിൽ അഭിനയിക്കാൻ പോവാണെന്നൊക്കെ. കാരണം എന്തിനാ അഭിനയിക്കാൻ വന്നിട്ടല്ലോ. തിരിച്ച് അന്ന് തന്നെ രാത്രി ഫ്ലൈറ്റ് വിട്ടു. പിറ്റേ ദിവസം രാവിലെ വന്നു. അന്ന് ഷൂട്ട് വെച്ചില്ല, എനിക്ക് വെച്ചില്ല. അന്ന് വേറെ ആൾക്കാരുടെ പോർഷൻ. പിറ്റേ ദിവസം ഞാൻ കന്നഡ പടം ഷൂട്ട് ചെയ്യാൻ പോവാ. ഒന്നും അറിയില്ല. ആരും കൂടെ കേട്ടുള്ള ഇതിന്റെ പടത്തിലൊക്കെ മറ്റേ എന്നെ കൂടെ അപ്പൊ കന്നഡ പറയേണ്ടി വന്നില്ലേ? പിന്നെ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയൊക്കെ ആദ്യത്തെ ദിവസം ഞാൻ കുറച്ച് പഠിച്ച് പരിപാടി ചെയ്തു. പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ ഒരു കന്നഡ മലയാളി ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ എന്നും വൈകിട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരനെ എനിക്ക് ആ ഡയലോഗ്സ് മൊത്തം കന്നഡയെ പറഞ്ഞിട്ട് മോഡുലേഷൻ സഹിതം എനിക്ക് അയച്ചു തരാം. അപ്പൊ ഞാൻ അത് കേട്ട് ലെങ്ത് ഡയലോഗെല്ലാം കേട്ട് രാവിലെയൊക്കെ കേട്ട് പ്രിപ്പയർ വെച്ചില്ല. ചെറുതൊക്കെ ഞാൻ പഠിച്ചങ്ങ് സംസാരിക്കും, ചിലതൊക്കെ വലിയ ഡയലോഗൊക്കെ പുറത്തുനിന്ന് പ്രോംപ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിടിച്ചപ്പോ പിന്നെ അങ്ങ് സെറ്റായി. പിന്നെ ചിലതൊന്നും പ്രോംപ്റ്റ് ചെയ്ത് തന്നെ പോയി. അങ്ങനെ പോയി അങ്ങ് സെറ്റായി. എനിക്കറിയില്ല, അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ദൈവം അനുഗ്രഹം. അതൊക്കെ നമ്മൾ കാരണം അത് അനുഗ്രഹം തന്നെയാണ്, അതൊന്നും പറയാനില്ല. തീർച്ചയായും നമ്മൾ വലിയ നടനം കഴിച്ചിട്ട് ക്യാരനിലൊക്കെ സെറ്റായിരിക്കുകയാണ്, പടത്തെ വലിക്കുള്ളൂ. എനിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നോട് വന്നിട്ടുണ്ട്, എന്റെ അസിസ്റ്റന്റ് കൂടെ വയ്ക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ അവൻ അവിടെ എന്നെ അങ്ങ് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ഭയങ്കര ഓടി ചെന്നു, അറിയാലോ നടന്മാരൊക്കെ അത് സെറ്റ് ചെയ്തു. അപ്പൊ ഞാനും അതിലേക്ക് കയറി, കാരണം ഞാൻ ലീഡ് പടമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ആയി, അതങ്ങ് നടന്നു, അങ്ങ് സംഭവിച്ചു. ശേഷം എന്തായാലും എല്ലാവരും കാണും. ഇതൊരു പ്രൊമോഷൻ ആയിട്ടൊന്നും കാണണ്ട, നല്ല പടമാണ്, എന്തായാലും കണ്ടിരിക്കേണ്ട പടം. കാരണം അതിനെ കുറിച്ച് അത്ര അധികം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ റിവ്യൂ പറയുമ്പോൾ വിശ്വസിക്കാവുന്ന പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. എന്തായാലും എത്തട്ടെ, തകർക്കട്ടെ. ഈ ഇനിയൊരു വേറൊരു കാര്യം ചോദിക്കാം ബ്രോ, നമ്മൾ ഈ സിനിമയിലേക്കൊക്കെ വരുന്ന ടൈമിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഭയങ്കര വിഷമമായിട്ടൊക്കെ ഉണ്ടാവും. കാരണം നമ്മളൊന്ന് എവിടെയെങ്കിലും എത്തുന്നത് വരെ നമുക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കുമല്ലോ. ചില സീനുകളിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച സാധനങ്ങൾ കിട്ടാതെ വരും, ഒറ്റപ്പെട്ടു പോകും, അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ. ചിലർ അങ്ങനെ വെച്ചിട്ട് പകുതിക്ക് വെച്ച് നിർത്തും ഈ പരിപാടിയൊക്കെ. എനിക്ക് വയ്യ, മടുത്ത്, അങ്ങനെയൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ടോ? മടുത്തു ഞാൻ നിർത്തി പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുഷ് ചെയ്തിട്ട് പല കാര്യത്തിനും ഞാൻ പറഞ്ഞില്ല, ഞാൻ 2013 ഞാൻ ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ അന്വേഷിച്ച് കുറച്ചാൾ എന്റെ ചേട്ടനോട് പോയിരുന്നു. ചേട്ടനോട് പോയിരുന്നപ്പം കുറച്ചാൾ പുള്ളിക്ക് മനസ്സിലായി പരിപാടി നടക്കത്തില്ല. അപ്പം ടോവിയൊക്കെ എന്റെ പഴയ സുഹൃത്താണ്, അതായത് കോളേജിൽ പഠിക്കുമ്പോൾ അറിയാം. ടോവി എനിക്കൊന്ന് TCയിലാണ് പഠിച്ചത്, ഞാൻ ഹിന്ദുസ്ഥാനിലാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് 2007 ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്നേ പുള്ളി നല്ല കട്ട, അന്ന് നല്ല മിസ്റ്റർ അണ്ണാ യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരുന്നു പുള്ളി, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ടോവി ആള് അന്നേ ജഗ ജില്ലയാണ്, തന്നെ എല്ലാം പഠിക്കും, ഭയങ്കര ടോപ്പറൊക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ കോളേജ് വെച്ചാൽ പഠിച്ചത്. അപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരൻ അവന്റെ സ്കൂളിൽ പഠിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് വെച്ച് ആദ്യം മീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും കാണുമായിരുന്നു. ഞങ്ങൾ ചില്ലാക്സ് വെച്ചൊക്കെ മീറ്റ് ചെയ്യായിരുന്നു, ഇവിടെ കഫേയിലൊക്കെ മീറ്റ് ചെയ്യായിരുന്നു. നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ അവൻ പണം കിട്ടി, അവൻ തിരക്കായി, ഇപ്പോഴും കോൺടാക്ട് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ടോബിയുടെ ഒക്കെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ടോബിയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കും, ഞാൻ എന്തിനാ ഗൾഫിൽ നിൽക്കുന്നതൊക്കെ എനിക്ക് ഉള്ളിച്ചു തോന്നി. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ പൊളിച്ചോണ്ടിരിക്കുന്ന, ഞാൻ എന്തിനാ പേടിച്ചു പോകുന്നെന്ന് വെച്ച് ഞാൻ ചേട്ടനെ നോക്കി. ചേട്ടൻ എന്നെ നോക്കിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് കാര്യം നീ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ എന്റെ ബ്രദർ എന്നെ പറഞ്ഞു വിട്ടു, നാട്ടിൽ പോയി പ്രശ്നിക്കാൻ. വീണ്ടും എനിക്ക് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചു നിർത്തിയത് ഞാൻ പറഞ്ഞില്ല. ആനന്ദ് തന്നെ പറഞ്ഞു, നിന്നോട് ആരും വന്ന് പറയത്തൊന്നുമില്ല, നീ ഇത് ചെയ് അല്ല അത് ചെയ്, നീ തന്നെ തീരുമാനിക്കും, നമുക്ക് നമ്മുടെ വഴി കളയടാ കീറിക്കളയടാ നിന്റെ വിസ. എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി തമാശ, പുള്ളി അവന്റെ ആറ്റോടിക്കുന്ന ആനന്ദിന്റെ ആറ്റോടെ കീറിക്കളയടാ നിന്റെ വിസ, ടിക്കറ്റ് കീറിക്കളടാ. ടിക്കറ്റ് കീറിക്കളയാൻ പറ്റില്ല, 10,000-30,000 കൊടുത്തിട്ടുണ്ട്, പോട്ടടാ സിനിമയ്ക്ക് വേണ്ടി വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ പുള്ളി അന്ന് തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്, ഗോൾസൂക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ ചായ പിടിക്കാൻ പറഞ്ഞ അന്ന് ഞാൻ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് പപ്പായ ഞാനോട് 1 വർഷത്തോളം നേരെ ഒന്നും മിണ്ടിട്ട് പോലില്ല. ആണോ? ഭയങ്കര സീനായിരുന്നു. ഇവൻ ഇതിന്റെ പുറകെ സമയം കളയുന്ന ടെൻഷൻ അവർക്ക്. ഇപ്പൊ അവരൊക്കെ ഹാപ്പിയല്ലേ? ഹാപ്പിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു പടം ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ടോ? ഇങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? നല്ല പരിപാടി കിട്ടണം, നല്ല എന്നെ ആരെങ്കിലും യൂസ് ചെയ്യണം നന്നായിട്ട്, ഞാൻ അവരെ യൂസ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്ത് കേറി പോകണം, അങ്ങനെ കേറണം.
നല്ല കേറണം, ശരിക്കും നല്ലൊരു പരിപാടി. എന്തായാലും ബ്രോ ചെയ്തേക്കുന്ന ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്തേക്കുന്ന പല പടങ്ങളും നല്ല ഹിറ്റ് തന്നെയാണ്. ഭൂരിഭാഗം പടങ്ങൾ ഹിറ്റ് തന്നെയാണ്. എനിക്ക് റീസെന്റ് കുറച്ചധികം പടങ്ങൾ ഹിറ്റ് അടിച്ചു. പറയൂ, ലിസ്റ്റ് പറയൂ. ഗഗനചാരി ഹിറ്റ് ആണ്. ഗഗനചാരി അവാർഡ് കിട്ടി. അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്തു, പോലീസ് ക്യാരക്ടർ. ആ കൂടെ 5-6 പേരേ ഉള്ളൂ, അതിനകത്ത് ഞാനൊരു ക്യാരക്ടർ. അപ്പൊ അത് ചെയ്യാൻ പറ്റി. ഇപ്പൊ അമരൻ, പിന്നെ ആട്ടത്തിൽ ചെറിയ പരിപാടി ചെയ്തു. നമ്മുടെ പടമാണല്ലോ, നമ്മുടെ ചെറിയ പണ്ടൊക്കെ അങ്ങനത്തെ ഒരു കുഞ്ഞു പരിപാടി കിട്ടാൻ ആഗ്രഹിച്ചു. അപ്പൊ ഇപ്പോഴും കുഞ്ഞു പരിപാടി ചെയ്തതിന് സന്തോഷമുള്ളൂ, നമ്മുടെ ആൾക്കാരുടെ പടം. തീർച്ചയായും ഇപ്പൊ വരാൻ പോകുന്നു ഞാൻ 3 ഉറപ്പാണ്. എന്തായാലും ബ്രോ ഉണ്ടാവണം. ആശാനെ പിടിച്ചു, ആശാനെ വിടാതെ വിളിച്ചു, കുപ്പിയിലാക്കണം. ഇതിന്റെ ഇടയിൽ ഒറ്റ കാര്യം കൂടി ബ്രോ, ഞാൻ ഒരു സംഭവം ഞാൻ വായിക്കാം. അതായത് എതിരെ വരുന്ന തീ ബോളുകളെ ചുരുട്ടിയടിക്കുന്ന കിങ് മേക്കേഴ്സിന്റെ മസിൽ പവർമാൻ ജോൺ കൈപ്പിള്ളി. എന്താണത്? എന്തീ കാണുന്നത്? അത് എന്റെ ടീമാണ് കിങ് മേക്കേഴ്സ്. അതിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഒരു പ്രയോഗം ഞാൻ ഞെട്ടിപ്പോയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. കൂട്ടുകാരനെ അടിച്ചു വിട്ടതാ, മാർട്ടിൻ സി ബേബി, അവൻ അടിച്ചു വിട്ടതാ. ഞാൻ കളിക്കുന്ന ടീം കിങ് മേക്കേഴ്സ് ആണ്. നമ്മളെ CCF എന്ന് പറഞ്ഞ വേറൊരു ഇതുണ്ട്, CCL ഉണ്ട്. അതല്ലാതെ CCF നമ്മുടെ നാട്ടിലുള്ള ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, എഡിറ്റേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് 17 ടീമുണ്ട്. അപ്പൊ അതിലൊരു ടീം കിങ് മേക്കേഴ്സ്. ആക്ച്വലി ഇപ്പം ഞങ്ങളാണ് ഇപ്പം നല്ല കാണുന്നേ. ഇൻസ്റ്റയിലൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി വെക്കപ്പോഴാണ് ഈ ഒരു ക്യാപ്ഷൻ കണ്ടത്. ഞാൻ ഒരു വീഡിയോ ഒക്കെ ബ്രോ ഇത് ചെയ്യുന്നത്, ബാറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ എന്തായാലും നടൻ അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ കേറുന്നു പണ്ടേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആഗ്രഹത്തിന് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഭയങ്കര വലിയ പ്ലെയർ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ഒരു 50 ഒക്കെ അടിച്ചു. സിമ്പിൾ ആയിട്ട് ഒരു 50 ഒക്കെ അടിച്ചു. അല്ലാതെ ആഗ്രഹത്തിന് പുറത്തുണ്ടാവുന്ന സാധനം. അതൊന്നും നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പ്ലേയേഴ്സ് കളിക്കുന്നത് പറയല്ലോ, സ്കില്ല്, ഭയങ്കര സ്കില്ലൊന്നും ഞാൻ യൂസ് ചെയ്യാതെ, എനിക്ക് അറിയില്ല, സ്കില്ലൊന്നും ഇല്ല. നമ്മൾ കളിക്കുക തന്നെ, ആഗ്രഹത്തിന്റെ പുറത്ത് കളിക്കുന്നത്. ബ്രോ അതേപോലെ നമുക്ക് ഇപ്പൊ ബ്രോ ചെയ്തേക്കുന്ന ക്യാരക്ടർ എല്ലാം ഒരു ക്ലാസ് ആണ്, ഒരു ഒരു മസിൽ പിടിച്ചതാണ്. ഈ മഹേഷിന്റെ പ്രതികാരത്തിൽ ഇപ്പൊ നമ്മുടെ ഫാഫയൊക്കെ ചെയ്തേക്കുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ പിടിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. എല്ലാവരും പുള്ളിക്ക് കോട്ട് കൊടുക്കും, പുള്ളിക്ക് നല്ല ജീൻസും നല്ല ബൂട്ട്സും കൊടുക്കും. ഇതാണ് എനിക്ക് കൈലിയും ഷർട്ടൊക്കെ ഇടണമെന്നേ. പഴയ ഗവൺമെന്റ് സ്കൂളിലേക്ക് എന്നെ വിടണില്ലാരും അല്ലേ? ഞാൻ ഗവൺമെന്റ് സ്കൂളാണ്, അതിലേക്ക് മലയാളം മീഡിയം, അതിലേക്ക് ഒരു മനസ്സിലാക്കുള്ളത് അറിയില്ല. എന്നെ അടുത്ത സുഹൃത്തുക്കൾ അറിയാം, അമ്മ പറയണം നിന്നെ അത് നമുക്ക് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, ആ സാധനം പിടിക്കാം. ഞാൻ ഗവൺമെന്റ് സ്കൂൾ ഇപ്പൊ പിടിച്ചിരിക്കാൻ വേണ്ടി മറ്റേ ജിമ്മിൽ പോകുന്ന ഫോട്ടോയും മറ്റേ പരിപാടിയൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ തനി നാടനാണ്. എന്തായാലും അമരനിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട്, അമരൻ ഭയങ്കര ഫേവറേറ്റ് മൂവി ആയി. കാരണം എനിക്ക് കാശ്മീരിൽ പോയി കുറച്ചാൾ നിന്നു. പിന്നെ ശിവകാർത്തികേയൻ, പിന്നെ ഡയറക്ടർ പൊള്ളിയാണ് കേട്ടോ, ഒന്നും പറയാം. രാജ്കുമാർ പെരിയസ്വാമി അല്ല, പുള്ളി ഞാൻ ഫസ്റ്റ് ഡേ കണ്ടപ്പോ തന്നെ നമ്മള് ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ചില ആൾക്കാരുടെ പരിപാടികളും മനസ്സിലാക്കാം. ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു മച്ചാൻ പൊളിക്കും എന്ന് നമുക്ക് തോന്നി. ഞാൻ എപ്പം നാട്ടിൽ വരുമ്പോഴും ഞാൻ പറയാടാ, ഞാൻ ഒരു തമിഴ് പടം ചെയ്തോണ്ടിരിക്കുക, ഡയറക്ടർ ഒരു രക്ഷയില്ല, അങ്ങനെ പൊളിക്കും. കാശ്മീരിലെ എക്സ്പീരിയൻസ് ഒക്കെ കാശ്മീരില് ഷൂട്ടിന്റെ എക്സ്പീരിയൻസ് ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊത്തം ചെയ്ത് ഈ മുകുന്ദ് വരദരാജൻ എന്ന് പറഞ്ഞ ഓഫീസർ ഇരുന്ന ആ സെയിം ക്യാമ്പിൽ തന്നെ ഷൂട്ട് ചെയ്തത്. അവിടെ തന്നെ ഷൂട്ട് ചെയ്തത്. അത് 44 RR രാഷ്ട്രീയ റൈഫിൾസിന്റെ ചീറ്റ കമ്പനി നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഈ ഓഫീസർ ഇരുന്ന് അവിടുന്നാണ് ഈ ഓഫീസർ ഓപ്പറേഷന് പോകുന്നതും പുള്ളി അങ്ങനെയാണ് മരിക്കുന്നതൊക്കെ. അപ്പൊ അവിടെ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു നമുക്കത് ഭയങ്കര റിയൽ ആയിട്ട് തോന്നി. നമ്മൾ ചില സെറ്റിൽ പോയി നിൽക്കും, നമുക്കറിയാലോ ഇത് സെറ്റാണ് അല്ലെന്നുണ്ടെങ്കിൽ സെറ്റാണ് നമുക്ക് ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കംപ്ലീറ്റ് പരിപാടി ഒന്നും പുറത്തേക്ക് വരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ഏരിയ ഭയങ്കരമായിരുന്നു. ആ ഏരിയയിൽ മുകുന്ദ് വരദരാജൻ ഉള്ള പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര പുള്ളി ഇരുന്ന ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അവിടെ പോയി. പിന്നെ മൊത്തം ഓഫീസസ് ആണ്, അവർ വന്ന് നമ്മോട് സംസാരിക്കുന്നു. ഭയങ്കര രസമായിരുന്നു ഷൂട്ട്. പിന്നല്ല രസം എന്ന് പറഞ്ഞാൽ ഒരു 6 മണി വരെ രസമുള്ളൂ. പിന്നെ അവിടെ വെടിപൊട്ടൽ പരിപാടിയൊക്കെയാണ്. പ്രാക്ടീസ് ആണോ അല്ലെങ്കിൽ അല്ല റിയൽ പരിപാടി? ഞങ്ങൾ രാത്രിയിലൊക്കെ ഇത് കേൾക്കാം നമുക്ക് ഈ വെടിപൊട്ടുന്ന ശബ്ദമൊക്കെ. അപ്പൊ ഞാനൊരു കാര്യം, ടെൻഷൻ ഒന്നും ഉണ്ടായില്ലേ? 6 മണിയാകുമ്പോൾ നമ്മൾ പാക്കപ്പ് വിടുമല്ലോ, 6 മണിയാകുമ്പോൾ പാക്കപ്പ് വിടും. കാരണം അതിനപ്പുറം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇന്ന സ്ഥലം ഷോപ്പ് ചെയ്യാൻ, പിന്നെ ഏത് പുൽവാമ ബ്ലാസ്റ്റ് പുൽവാമയിലായിരുന്നു ഷൂട്ട് മൊത്തം.
ആ ഏരിയ ഭയങ്കര ഒരു ഭീകര സ്ഥലമാണ്. ശരിക്കും നമ്മൾ അറിയുന്നില്ല മിലിറ്ററിക്കാരുടെ കഷ്ടപ്പാട് എന്താണെന്ന്. നമ്മളൊക്കെ ഈ സിനിമയിൽ ഇതിലൊക്കെ കഴിയുന്നു. ബ്രോ ഒക്കെ നേരിട്ട് കണ്ടനുഭവിച്ചല്ലേ, എന്താണ് ശരിക്കും അവിടെ? അവർക്ക് ഭയങ്കര വേറെ ലൈഫ് സ്റ്റൈലാണ്. തന്നെയല്ല ആ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ട സ്ഥലമാണ്. അത് ഏത് നിമിഷവും പോട്ടാ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര ഗേറ്റഡ് ആയിട്ടുള്ള അതിന്റെ അവർ പറയുന്നത് 6 മണി 8 മണി കഴിയുമ്പം പല ആൾക്കാർ വന്ന് വെറുതെ വന്ന് വെടി പൊട്ടിച്ചിട്ട് അവർ തിരിച്ചോടി പോകും. ഭീകരത സൃഷ്ടിക്കാൻ വേണ്ടി. അപ്പൊ അത് അവിടെ എപ്പോഴും ഡേഞ്ചറാ. അപ്പൊ രാത്രി ഒന്നും ഷൂട്ട് നടക്കുക. പക്ഷെ 1-2 ദിവസം നമുക്ക് രാത്രി ഷൂട്ട് ചെയ്യേണ്ട വന്നു. ആ സമയത്തൊക്കെ ഭയങ്കര സെക്യൂരിറ്റി, ഭയങ്കര ഫുള്ള് ലൈറ്റ് ഒക്കെ വെച്ച് മൊത്തം പരിപാടിയായിരുന്നു. ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും. കാരണം ഇതിങ്ങനത്തെ ഒരു പടം ആയതുകൊണ്ട് അവര് രാജ്കമൽ പ്രൊഡക്ഷൻ അവരെ അത്രയും ഹൈ അതോറിറ്റി ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടാണ് പരിപാടി നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഒരു ഭയങ്കര അക്കാഡ് ഫീൽ. ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായി മാറി അവിടെ. അതൊരു ഫീലായിരുന്നു. ഈ ഒറിജിനൽ ഗണ്ണൊക്കെ. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ഒരു സീനുണ്ട്. ആ സീനില് തുടക്കത്തിൽ സീൻ തൊട്ടിപ്പുറത്തേക്ക് AK-47 ആണ് ഒറിജിനൽ ഫസ്റ്റ്. പിന്നെ നമ്മള് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ചിലതൊക്കെ ഡമ്മേ ഉള്ളൂ. കൂടുതലും പടത്തിൽ കാണിച്ചിരിക്കുന്ന അവരുടെ AK-47 ലോഡർ അല്ലാത്ത സാധനം നമുക്ക് കൈ തരുന്നത്. ലോഡർ അല്ലാത്ത ഞാൻ 1-2 ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളീസും തമിഴരും പിന്നെ കൂടുതൽ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും ഉണ്ട്. അതാണ് ഒരു പാൻ ഇന്ത്യ ആണ് അതിനകത്തുള്ളത്. അവർക്ക് ഭയങ്കര റെസ്പെക്ട് ആകാൻ പാടുന്നത്. സാർ നിങ്ങൾക്ക് ആക്ടറാ? ഞാൻ അതെ ആക്ടർ. അത് ഈ തമിഴ് ചോദിക്കുന്ന പുള്ളി ഹിന്ദിക്കാരനാണ്. എനിക്ക് ഹിന്ദി അറിയാത്ത പുള്ളി എന്നെടുത്ത് നിങ്ങൾക്ക് ആക്ടറാ? ഓക്കെ, എനിക്ക് കൊഞ്ചം തമിഴ് തെറിയും, മലയാളം മനസ്സിലായും എന്നൊക്കെ പറയാം. അപ്പൊ അവര് നമ്മുടെ സംസാരിക്കുകയും കുറെ ഹിന്ദിക്കാര്, കുറെ സിഖുകാര്, പല ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു വേറൊരു പരിപാടിയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒരു പരിപാടിയില്ല, വേറൊരു പരിപാടിയാണ് മിലിറ്ററി എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ അല്ലേ? അതെ അതെ. ശരിക്കും എനിക്ക് തോന്നുന്നില്ല, വളരെ റയർ ആയിട്ടായിരിക്കും ആൾക്കാർ ഇതേപോലെ അവിടെയൊക്കെ പോയിട്ട് ഇതുപോലെ ഭയങ്കര റയർ ആയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. ഞാൻ PK-43 ചെയ്തിട്ടുണ്ട്. അതും ഇതൊരു ഷോപ്പ് ചെയ്യാനല്ല ചെയ്തത്. PK-43 ഞാൻ പറയില്ല ഗണ്ണൊക്കെ പിടിച്ച് ഓടുന്നുണ്ടായിരുന്നു. ബ്രോ അങ്ങോട്ടാണ് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ എത്തിയേക്കുന്നത്. അതെ അതെ. അപ്പൊ അതൊരു വലിയൊരു യാത്ര തന്നെയാണ്. വിജയിച്ചതന്നെ മുമ്പോട്ട്. നമ്മളത് ഒരിക്കൽ പോയി കണ്ടുപിടിച്ച് ഇവിടെ തന്നെ വേറൊരു പടം ചെയ്യണമെന്ന് വെച്ചു. അങ്ങനെ ഒരു പടം വന്നു, അങ്ങനെ ചെയ്യാൻ പറ്റി. അത് ശരിക്കും ശരിയല്ലേ, ലക്കാണല്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് താങ്ക്സ് പറയാൻ ഒത്തിരി പേരുണ്ട്. അതാണ് എനിക്ക് ഈ കുറച്ച് പേരെ പേരെങ്കിലും വന്നു. എനിക്ക് ആരൊക്കെ മിസ്സായി. നമ്മൾ ഈ കല്യാണത്തിന് വിളിക്കുമ്പോൾ അറിയാമല്ലോ, കുറെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വിടും. അവർ കുറെ പേരെ വിട്ടു. അമരലിന് എനിക്കൊരു ടീം ഉണ്ടായിരുന്നു കേട്ടോ. അമരലിലെ ADs ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു നവീൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, സാം എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, അഖില എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീമൊക്കെ അടിപൊളിയായിരുന്നു. അവരോട് പെട്ടെന്ന് ജെല്ലായി. വേറെ ഇൻഡസ്ട്രി ആണല്ലോ നമ്മുടെ. ഞാൻ എടുത്തു പറയാൻ കാരണം വേറെ ഇൻഡസ്ട്രി ആണ്. അപ്പൊ അഖില മലയാളിയാണ്, ട്രിവാൻഡ്രംകാരി. അപ്പൊ ഇവരൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര രസമായിട്ട് നമ്മളെ ഒരു തമിഴ് പടം വർക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ആദ്യത്തെ ദിവസം ചെന്നപ്പോഴും തമിഴ് പടം ആണല്ലോ എന്നൊക്കെ പറഞ്ഞ. പിന്നെ നമ്മൾ ഇവിടുത്തെ പോലായി. ഇവിടെ പടം അഭിനയിക്കാൻ പോകുന്ന ഒരു പരിപാടി ഭയങ്കര കൂളായി. അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് നമ്മുടെ അടുത്തൊക്കെ ADs-നൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇവരാണ് നമ്മുടെ അടുത്ത് വന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടാ. പിന്നെ കമ്പനി ലാസ്റ്റ് ആവുമ്പോഴത്തേക്ക് ഭയങ്കര കമ്പനിയൊക്കെ ആവുന്നത്. അപ്പം ADs ഒക്കെ ഒരുപാട് ഹെൽപ്പ്. ഞാൻ ADs-നെ ബൂസ്റ്റ് ചെയ്ത് അവരുടെ പടത്തിലൊന്നും ചെയ്യാൻ വേണ്ടിയല്ല, സ്റ്റിൽ അവരാണ് കുറെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആട് 2-ന്റെ എന്റെ ക്യാരക്ടർ നന്നായി എന്ന് പല ആൾക്കാരും പറഞ്ഞപ്പോഴും എന്നെ സംഗീത് P. രാജൻ എന്ന് പറഞ്ഞൊരു പരിപാടി എന്റെ മുന്നിൽ ഇപ്പുണ്ടായിരുന്നു. ഞാൻ അതുവരെ ചെയ്യാത്തൊരു പരിപാടിയായിരുന്നു, കോമഡി പരിപാടിയും ചെയ്തിട്ടില്ല. അപ്പൊ ആ പടത്തിൽ ഞാൻ ചേട്ടാ ഞാൻ കോമഡി, നീ വാടാ പോയി നീ ഒന്നും പറഞ്ഞു, നാളെ വേറെ ആളെ കിട്ടിയില്ല, നീ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വരില്ല. ലാസ്റ്റ് ഞാൻ അത് ഏറ്റവും വലിയ കോമഡി വിചാരണ. ഞാൻ ആട് 2 വേണമെന്ന് പറഞ്ഞ പുള്ളിക്ക് തന്നെ അഭിനയിക്കാൻ താല്പര്യമില്ല. അയാൾ ഇല്ലടാ, ഓൾറെഡി പല ആൾക്കാർ നീ ഇല്ലെന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളഞ്ഞു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റ് 2 ദിവസമുള്ളൂ. എന്നെ പെട്ടെന്ന് വിളിച്ചു, നാളെ ഷൂട്ട് ഉണ്ട്. ഞാൻ വരൂല്ല. അങ്ങനെ വിളിച്ചാൽ വരുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാൻ അസോസിയേറ്റിനെ വിളിച്ചു, സംഗീത എന്താണ് പരിപാടി? കൈപ്പുള്ളി അത് പിടിച്ചോ, നല്ല പരിപാടി, നീ ബാ എന്ന് പറഞ്ഞു. ഒരു ദിവസം പോയി. സംഗീതാണ് എന്നെ പരിപാടി ചെയ്യിപ്പിച്ചത്. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, എന്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ സാധനമൊക്കെ വേറെ സോൾട്ട് പേപ്പർ ആടാ എന്റെ ഇല്ലെങ്കിലും വേറെ പരിപാടി 40-45 വയസ്സാണ് അത് പിടിക്കുന്നു പറഞ്ഞു. അങ്ങനെ പഠിച്ച് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത് എവിടുന്ന മാസ്റ്റർ പീസിന്റെ ലൊക്കേഷൻ മമ്മൂക്കാട് അടുത്ത്. അത് കണ്ടാൽ മനസ്സിലാവും മമ്മൂക്കാട് ഒരു പകുതി സാധനം എന്റെ രാജ്യത്ത് കയറിയിട്ടുണ്ട്. കൈ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അത് എല്ലാവർക്കും വർക്കായി. സംഗീതം മുന്നിൽ ചെയ്തത്. അങ്ങനെ പല പരിപാടികളും ഇതുപോലെ അസോസിയേറ്റ്സ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതാണ് എല്ലാവരുടെയും വിജയത്തിന്റെ പറയില്ല 1-2 പേരുടെ. എന്റെ വിജയത്തിന് പേര് ഒരുപാട് പേരുണ്ട്. പിന്നല്ല പേരെടുത്ത് പറയാൻ നിൽക്കാതെ ഒരുപാട് പേരുണ്ട്.
ഓക്കെ. സുഹൃത്തുക്കൾ ഗൾഫുകാർക്ക് എന്നെ പറഞ്ഞില്ല നീ അല്ലേ ഇന്റർവ്യൂ എന്തായാലും പറയണേ. ഒരുപാട് പേര് നമ്മളെ ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേര് ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ സഹായിക്കും. ഞാൻ പല ആൾക്കാരും സഹായിക്കും. നമുക്ക് ഇവിടെ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. എന്തായാലും അത്രയും പേരെ സപ്പോർട്ട് ഇനി ഫുൾ ടൈം ഉണ്ടാവട്ടെ കൂടെ. ഇതേപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനെക്കാട്ടും വലിയൊരു സപ്പോർട്ട് ഇനിയും വരട്ടെ. അപ്പൊ എന്തായാലും എല്ലാം ഓരോ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലെ വിജയിച്ച് തന്നെ ബ്രോ മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഉഗ്രൻ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവും. എന്തായാലും ബ്രോ ഒക്കെ കയറി വരണം. കാരണം ഇതേപോലെ കഷ്ടപ്പെട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ആത്മാർത്ഥയോടെ കയറി വന്ന ബ്രോ ഒക്കെ എന്തായാലും ഇൻഡസ്ട്രിക്ക് ഞങ്ങൾക്ക് വേണം. അപ്പൊ എന്തായാലും ഒരുപാട് ആശംസകൾ ബ്രോ. ഇനി ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ. എന്തായാലും ചെയ്യുന്ന പടങ്ങളെല്ലാം ഹിറ്റ് ആവട്ടെ. എന്തായാലും നമ്മുടെ ജാങ്കോ സ്പേസിന്റെ ഈ ഫ്ലോറിൽ വന്നതിന് ഒരുപാട് താങ്ക് യു.